പാലക്കാട് കോൺഗ്രസിന് അഭിമാന വിജയം. രാഹുൽ മാങ്കൂട്ടത്തിന് 20,288 വോട്ടുകളുടെ വിജയം. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചും അതൊരു അഭിമാന പോരാട്ടമായിരുന്നു. അത് ഈ പി സരിന്റെ പടലപ്പടക്കങ്ങൾ അടക്കമുള്ള അത് മറ്റു മുന്നണികളിലേക്ക് പോയി അല്ലെങ്കിൽ LDF പോയി സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾക്കും പലർക്കും ഉത്തരം നൽകാനുണ്ടായിരുന്നു കോൺഗ്രസിന്. ആ ഒരു അഭിമാന വിജയം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയെടുക്കുന്നു. 20,288 വോട്ടുകളുടെ വിജയമാണ്. അത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു കയറിയ 3 തെരഞ്ഞെടുപ്പിലും നേടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷം. ഷാഫി പറമ്പിലിന്റെ ഇത്തരത്തിൽ 17,483 2016 17,483 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് എത്തുന്നത്. എന്നാൽ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ നോമിനിയായി അറിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനേക്കാളും വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നു. കൃത്യമായി നേരത്തെ 15,000 ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേരത്തെ തന്നെ ഇവർ പ്രവചിച്ചിരുന്നതാണ്. മാത്രമല്ല കേരളം ഞെട്ടുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നപ്പോൾ പോലും അവസാന നിമിഷങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ കൊട്ടിക്കലാശമെല്ലാം പൂർത്തിയായതിനു ശേഷം കോൺഗ്രസ് ക്യാമ്പിൽ പോലും ആ ഒരു ആത്മവിശ്വാസത്തിന് ചെറുതായി ഒരു കുറവ് വന്നിരുന്നു. പ്രത്യേകിച്ചും അവസാന ദിവസങ്ങളിൽ സരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പൊതുയോഗങ്ങളും മറ്റും വളരെ വലിയ രീതിയിലൊരു ജനപിന്തുണ അതിനുണ്ടായിരുന്നു. കൊട്ടിക്കലാശത്തിന് എത്തുന്നതിന് തൊട്ട് മുൻപ് മാത്തൂരിലെല്ലാം റോഡ് ഷോ നടത്തിയ സരിന് പിന്നിൽ വളരെ വലിയൊരു ജനസഞ്ചയം ഉണ്ടായിരുന്നു. അതെല്ലാം യഥാർത്ഥത്തിൽ UDF ചെറിയൊരു ആശങ്ക പകർത്തിയിരുന്നു. അവസാന ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ 15,000 എന്നതിൽ നിന്ന് 5,000. പക്ഷെ സരിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നഗരമേഖലയിലടക്കം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് സരിൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി അവിടെ ഇന്ന് ഈ വോട്ടെടുപ്പ് ദിവസം വോട്ടെണ്ണൽ ദിവസം ചിത്രത്തിലുണ്ടായിരുന്നു. അതായത് പറയാൻ കഴിയില്ല സമയങ്ങളിൽ ഭൂരിപക്ഷം നേടുന്നു അല്ലെങ്കിൽ മുന്നിൽ എന്ന് കാണിക്കുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥി വന്നിരുന്നു. പി സരിൻ വന്നിരുന്നു എന്നുള്ളതാണ്. ഒരു വേള രണ്ടാം സ്ഥാനത്തേക്ക് സരിൻ എത്തുമോ എന്ന രീതിയിൽ വലിയൊരു വ്യത്യാസമില്ലാതെ സരിന് ഒരു 18,000 വോട്ടുകളെല്ലാം ലഭിക്കുന്ന ആ ഒരു സമയത്ത് BJPയും സരിനും തമ്മിലുള്ള വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 6,000 അല്ലെങ്കിൽ 6,000 താഴെ 5,500 വോട്ടുകളുടെയൊക്കെ വ്യത്യാസമായിരുന്നു. ഒരുപക്ഷെ മാത്തൂരോ കണ്ണാടിയോ പോലുള്ള ഒരു പഞ്ചായത്ത് എണ്ണുകയാണെങ്കിൽ മറികടക്കാവുന്ന ഒരു വോട്ടിന്റെ വ്യത്യാസമേ ഒരു സമയത്ത് BJPയിലെ NDAയുടെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും അതുപോലെ തന്നെ പി സരിനും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വേള ഒരു 8ാമത്തെ റൗണ്ടിനൊക്കെ ശേഷം പിന്നീട് BJP അവരുടെ നിലവിലുള്ള ആ ഒരു വോട്ടിലേക്ക് എത്തുന്ന ആ ഒരു സമയം കൊണ്ട് അതിന്റെ ഇരട്ടി വോട്ടുകൾ സരിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 10,000 ഉണ്ടായിരുന്ന സരിൻ വളരെ പെട്ടെന്നാണ് 21,000 റെക്കോർഡ് ഭൂരിപക്ഷം. അതായത് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് നേടിയ വോട്ടുകളിൽ നിന്ന് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് 20,281 അതിലൊരു കുറവ് വരാം. നമുക്കൊരു ഔദ്യോഗിക കണക്കല്ല അതിലൊരു കുറവ് വരാം. പക്ഷേ 20,281 എന്ന് പറയുന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. എന്തായാലും ഷാഫി പറമ്പിൽ നേടിയ ഒരുപക്ഷെ 54,000 വോട്ടുകൾ എന്നൊരു ആ ഒരു വോട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്നത് തന്നെയാണ്. ഇപ്പോൾ രാഹുൽ ഒരുപക്ഷെ 49,509 വോട്ടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച്. അതേസമയം ഡോക്ടർ പി സരിന് ലഭിച്ചിരിക്കുന്നത് 27,000 വോട്ടുകളാണ്. വളരെ വലിയ ഒരുപക്ഷെ ഒരു 20,000 മുകളിൽ അല്ലെങ്കിൽ 21,000 മുകളിൽ ഉള്ളൊരു വ്യത്യാസം UDFും അതുപോലെ തന്നെ LDFും വോട്ടുകൾ തമ്മിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 17,907 രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം താഴ്ന്നത് അതൊരു വലിയൊരു കുറവായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ 15,000 നിന്നും 12,000 നിന്നുമൊക്കെയാണ് ഈ ഒരു ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നിരിക്കെ ഇപ്പോൾ 2016 17,483 ആണ്. അപ്പൊ അതിനും ഷാഫി പറമ്പിലിനേക്കാൾ ഭൂരിപക്ഷത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിൽ എന്തൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ പിൻഗാമി എന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കൃത്യമായി വളർത്തിക്കൊണ്ടുവന്ന ആദ്യഘട്ടം മുതൽ കൃത്യമായി വളർത്തിക്കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം. പക്ഷേ കോൺഗ്രസ് ക്യാമ്പ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതും വലിയ സംശയമാണ്. കാരണം ഇത്തരത്തിൽ പല കണക്കുകളും പല കണക്കുകൂട്ടലുകളും ഉണ്ടാകുന്നു. 5,000-നും 3,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം ആത്മവിശ്വാസത്തിൽ നിന്ന് അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഭൂരിപക്ഷം അവർ പ്രവചിച്ച ഭൂരിപക്ഷം തന്നെ കുറഞ്ഞു വരുന്നത് കൂടിയത് പി സരിനുമായിരുന്നു. അതെ, അവസാന നിമിഷം ഇന്ന് രാവിലെ പോലും പി സരിന്റെ കണക്കുകൾ കേട്ടപ്പോൾ കണക്കെല്ലാം കയ്യിൽ ഭദ്രം